നമസ്കാരം. ഇറാന്റെ പർവ്വതനിരകളിൽ രണ്ടു പകലും ഒരൊറ്റ രാത്രിയും ശത്രുവിന്റെ കണ്ണു വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞ അമേരിക്കൻ കേണലിനെ മോചിപ്പിച്ച ദൗത്യം ലോക സൈനിക ചരിത്രത്തിലെ ഏറ്റവും ധീരമായ നീക്കങ്ങളിലൊന്നായി മാറുകയാണ്. ഇറാന്റെ മണ്ണിൽ US സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ ഈ മിന്നൽ ഓപ്പറേഷൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് വിയറ്റ്നാമിലും ബോസ്നിയയിലും നടന്ന സമാനമായ സാഹസിക ദൗത്യങ്ങളുടെ ഓർമ്മ പുതുക്കുന്നതാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും സാഹസികമായ തെരച്ചിൽ ദൗത്യം എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. വെള്ളിയാഴ്ച ഇറാനിലെ വിദൂര പ്രദേശത്ത് വെച്ച F-15 യുദ്ധവിമാനം വെടിവെച്ചിടപ്പെട്ടതോടെയാണ് നാടകീയ സംഭവങ്ങളുടെ തുടക്കം. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെ മണിക്കൂറുകൾക്കുള്ളിൽ US ഹെലികോപ്റ്ററുകൾ രക്ഷപ്പെടുത്തിയെങ്കിലും കേണലിനെ കണ്ടെത്താനായില്ല. കയ്യിലൊരു പിസ്റ്റൾ മാത്രം കരുതി ശത്രു സൈന്യത്തിന്റെ മൂക്കിന് താഴെ 2 ദിവസമാണ് അദ്ദേഹം ഒളിച്ചു കഴിഞ്ഞത്. മുകളിൽ വട്ടമിട്ട് പറന്ന റീപ്പർ ഡ്രോണുകൾ നൽകിയ കവചവും CIA നടത്തിയ ബുദ്ധിപരമായ നീക്കങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ജീവൻ കാത്തത്. പൈലറ്റിനെ കണ്ടെത്തിക്കഴിഞ്ഞു എന്ന തെറ്റായ വിവരം പ്രചരിപ്പിച്ച് ഇറാൻ സൈന്യത്തെ വഴിതിരിച്ചുവിടാൻ CIAക്ക് സാധിച്ചു. അത്യാധുനിക യുദ്ധവിമാനങ്ങളും നൂറുകണക്കിന് സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ദൗത്യം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ ഇറാനിലെ വിജനമായ ഒരു എയർഫീൽഡിൽ 2 അമേരിക്കൻ വിമാനങ്ങൾ കുടുങ്ങിപ്പോവുകയും ചെയ്തു. അത് ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ സ്വന്തം സൈന്യം തന്നെ ആ വിമാനങ്ങൾ സ്ഫോടനത്തിലൂടെ തകർക്കുകയും ചെയ്തു. സമാനമായ സാഹസികത മുൻപും അമേരിക്കൻ സൈന്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ മറ്റ് ദൗത്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, സ്കോട്ട് അഗ്രേഡി ബോസ്നിയയിൽ 1995 നടന്നതാണ്. ബോസ്നിയയിൽ വെച്ച് വിമാനം തകർന്നു വീണ പൈലറ്റ് സ്കോട്ട് അഗ്രേഡി 6 ദിവസമാണ് പുല്ലും ഉറുമ്പും കഴിച്ച് അതിജീവിച്ചത്. ഒടുവിൽ വനത്തിനുള്ളിൽ നിന്നും അദ്ദേഹത്തെ US സൈന്യം റാഞ്ചിക്കൊണ്ടുപോയി. ഈ കഥയാണ് പിന്നീട് ബിഹൈൻഡ് എനിമി ലൈൻസ് എന്ന സിനിമയ്ക്ക് ആധാരമായത്. മറ്റൊന്ന് BAT-21 ആണ് 1972 വിയറ്റ്നാമിൽ നടന്നത്. വിയറ്റ്നാം യുദ്ധകാലത്ത് ലഫ്റ്റനന്റ് കേണൽ ജീൻ ഹാമ്പിൾട്ടനെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യം വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പറേഷനാണ്. 11 ദിവസത്തെ തെരച്ചിലിനൊടുവിൽ നേവി സീൽ സംഘമാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. മറ്റൊന്നാണ് ഇറാഖിൽ നടന്ന 1991 സംഭവം. ബ്രാവോ 20. ഗൾഫ് യുദ്ധകാലത്ത് ഇറാഖിൽ കുടുങ്ങിപ്പോയ ബ്രിട്ടീഷ് SAS പടയാളികളുടെ കഥയാണിത്. 8 പേരിൽ ഒരാൾ മരുഭൂമിയിലൂടെ 200 മൈൽ നടന്ന് സിറിയയിൽ എത്തി രക്ഷപ്പെട്ടു. 3 പേർ കൊല്ലപ്പെടുകയും 4 പേർ പിടിക്കപ്പെടുകയും ചെയ്തു. മറ്റൊന്ന് ഓപ്പറേഷൻ ബറാസ് ആണ്. സീറ ലിയോൺ 2000 നടന്ന കഥയാണ്. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ സീറ ലിയോണിലെ വിമതർ തടവിലാക്കിയ ബ്രിട്ടീഷ് സൈനികരെ മോചിപ്പിക്കാൻ നടത്തിയ മിന്നൽ ദൗത്യം. കാടിനുള്ളിലെ ക്യാമ്പ് തകർത്ത് എല്ലാ ബന്ധികളെയും സൈന്യം മോചിപ്പിച്ചു. അഫ്ഗാനിസ്ഥാനിൽ 2007 നടന്നൊരു സമാനമായ സംഭവം. കൊല്ലപ്പെട്ട സഹപ്രവർത്തകന്റെ മൃതദേഹം വീണ്ടെടുക്കാൻ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ വശങ്ങളിൽ കെട്ടിത്തൂങ്ങി റോയൽ മറീനുകൾ നടത്തിയ ദൗത്യം ലോകത്തെ ഞെട്ടിച്ചതാണ്. മറ്റൊന്ന് 1976 ഉഗാണ്ടയിൽ നടന്നതാണ്. ഭീകരർ റാഞ്ചി വിമാനത്തിലെ യാത്രക്കാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ കമാൻഡോകൾ ഉഗാണ്ടയിലെ എൻറ്റബെ വിമാനത്താവളത്തിൽ നടത്തിയ മിന്നലാക്രമണം ഇന്നും ചർച്ചയാണ്. ഇറാനിൽ ഇപ്പോൾ നടന്ന ദൗത്യവും ഈ പട്ടികയിൽ പുതിയൊരു അധ്യായമായി മാറുകയാണ്. ശത്രുരാജ്യത്തിന്റെ ഉള്ളിൽ കുടുങ്ങിയ 2 പൈലറ്റുമാരെയും വെവ്വേറെ ദൗത്യങ്ങളോടെ രക്ഷിച്ചെടുത്തത് സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. കോടിക്കണക്കിന് രൂപ വില വരുന്ന വിമാനങ്ങളും ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ അമേരിക്ക സ്ഫോടനം നടത്തി നശിപ്പിച്ചു കളഞ്ഞു. ഒരു മനുഷ്യജീവന് അമേരിക്ക നൽകുന്ന വിലയാണ് നമ്മൾ ഈ ദൗത്യത്തിലൂടെ മനസ്സിലാക്കേണ്ടത്.